നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വരുണിന്റെ ഒരു കാര്യം ഏത് നേരത്തും ഇതൊക്കെ പറയാനേ ഉള്ളൂ. എത്ര പറഞ്ഞിട്ടും തീരുന്നില്ലല്ലോ നിന്നോടുള്ള പ്രണയം. മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റ്. എന്താടി മുത്തശ്ശി എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വന്നേ. എന്തിനാ? വരുണും പ്രിയങ്കയും പുറത്ത് നിപ്പുണ്ട്. അതിന് നിനക്കെന്താ? അവര് ഭാര്യയും ഭർത്താവും അല്ലേ? അതല്ലെന്ന് തെളിയിക്കാനാ മുത്തശ്ശി ഞാൻ വിളിക്കുന്നേ. അവര് തമ്മിൽ അവിടെ പുരിഞ്ഞ അടിയാ. പരസ്പരം വെല്ലു വിളിക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. കൽപ്പന, നിന്റെ ഈ അസുഖത്തിന് എന്റെ കൈ മരുന്നില്ല. അല്ലെങ്കിൽ തന്നെ പിള്ളേരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നിൽക്കുന്നിടത്ത് നീ എന്തിനാ ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ? ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും മുത്തശ്ശി വിശ്വസിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ കൂടെ വന്നൊന്ന് നോക്ക്. അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താന്ന് മുത്തശ്ശിക്ക് ഇന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിലേ അവസാനം അവരിൽ ആരെങ്കിലും ഒരാളും മറ്റൊരാളെ കൊല്ലുമ്പോഴായിരിക്കും കണിമംഗലത്തുകാർ പഠിക്കുന്നത്. ശരി, ഞാൻ വരാം. പക്ഷെ അവിടെ ചെന്ന് നോക്കിയിട്ട് നിന്റെ അസൂയ മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട മുത്തശ്ശിയെ എന്നെ ചെകിടടിച്ച് തല്ലിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഇന്ന് മുത്തശ്ശിക്ക് അത് കാണുമ്പോ തൃപ്തിയായിക്കോളും. വാ എന്റെ കൂടെ വാ മുത്തശ്ശി, വാ ഇന്ന് കാണിച്ചു തരാം. വാ മുത്തശ്ശി, വാ ഇങ്ങോട്ട് വന്നേ. കാണിച്ചു തരാം ഞാൻ. ഇടി കണിമംഗലത്തെ സമ്പത്ത് കണ്ടിട്ട് തന്നെയാടി നീ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ താലി കെട്ടിയ പെണ്ണിനെ നീ മറച്ചു വെക്കില്ലായിരുന്നു. നിന്റെ കൂട്ടുകാരി വേഷം കെട്ടി തോന്നിയ ദിവസം മുഴുവൻ കാണിക്കില്ലായിരുന്നു. ചെയ്തെങ്കിലും അങ്ങ് സഹിച്ചോ. ഞാൻ ഇനിയും എനിക്ക് തോന്നിയതൊക്കെ ചെയ്യും. ഓഹോ, ഏട്ടത്തി ചെയ്യുന്നതൊക്കെ ഏട്ടൻ സഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ അനിയനും അങ്ങ് സഹിച്ചാ മതി. എന്റെ ഏട്ടനെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കായിട്ടില്ല. നീ കയറി പൊടിയാത്ത. വരുൺ, ഇന്ന് നമുക്കിതുപോലെ നിലാവത്ത് ഇങ്ങനെ നിന്നാലോ? നോക്ക് നോക്ക്, ഇന്ന് കാണാം. എന്ത് രസല്ലേ ഇങ്ങനെ വന്ന് നിക്കാൻ. നിലാവ് മുത്തശ്ശി മുത്തശ്ശി ഉം, ഉം. അതേടോ, ശരിയാടോ. കുറെ നാള് കഴിയുമ്പോ നമുക്ക് മക്കളൊക്കെ ആയി കഴിയുമ്പോ ഇവിടെ ഒരു കുടില പോലെ നമുക്ക് ഒരെണ്ണം കെട്ടണം. ഈ ആശ്രമൊക്കെ ഇല്ലേ, അതുപോലെ ഒരെണ്ണം. എന്നിട്ട് നിലാവ് വരുമ്പോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കണം. ആ മക്കളുടെ കൂടെ കളിച്ച് അവരെ കൊഞ്ചിച്ച്. എന്താ? കൊഴപ്പല്ല. അത് കഴിയുമ്പോ ആശ്രമം ഇവിടെ വേണ്ട, കാട്ടില് മതിയെന്നും പറഞ്ഞ് കാട്ടിലേക്ക് വിളിക്കും എന്നെ. വിളിച്ചാ വരുവോ? വരുൺ വിളിച്ചാ എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ആഹാ, ഒരു നിമിഷം പോലും എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. മുത്തശ്ശി ഇങ്ങനൊന്നും അല്ലായിരുന്നു. നീ വരുമെങ്കിൽ നിന്നെ കൊണ്ടുപോയി ചവിട്ടി താഴത്തോടി ഞാൻ. ഈ വരുണിന്റെ ഒരു കാര്യം ഏത് നേരത്തും ഇതൊക്കെ പറയാനേ ഉള്ളൂ. എത്ര പറഞ്ഞിട്ടും തീരുന്നില്ലല്ലോ നിന്നോടുള്ള പ്രണയം. ഐ ലവ് യു വരുൺ. ഓ, അങ്ങോട്ട് വന്നേ. അയ്യോ മുത്തശ്ശി, മതി മതി, അവർക്ക് പോയി അഭിനയിച്ച് അങ്ങോട്ട് കാട് കയറണ്ട. രക്ഷിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ. അല്ലെങ്കിൽ മുത്തശ്ശി ഇപ്പൊ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചേനെ. ഓ താങ്ക്സ്. ആ നന്ദി എപ്പോഴും ഉണ്ടാവണം. ഇവിടെ ഉള്ളവരെല്ലാം ഹൃദയത്തിന് കനം കുറഞ്ഞവരാ. വലിയ ഷോപ്പൊന്നും തട്ടിക്കണ്ട. മുത്തശ്ശി എന്താടി നീ എന്നോട് വന്ന് പറഞ്ഞത്? എന്ത് കാണിക്കാനാ നീ എന്നെ ഇവിടെ ഒന്ന് കൊണ്ടുപോയത്? മുത്തശ്ശി
അവര് ശരിക്കും അടി കൂടുകയായിരുന്നു. എന്നിട്ട് കണ്ടല്ലോ അവര് കെട്ടിപ്പിടിച്ച് ഒന്ന് ചേർന്ന് നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ നിനക്ക് വേണ്ടത്? ജീവനെ പോലെയാ ആ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കുന്നത്. കുറച്ചെങ്കിലും നാണം ഉണ്ടോടി? അതെങ്ങനെയാ? സ്വന്തം കുടുംബത്ത് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കരുതെന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കയല്ലേ. അവരുടെ കാര്യത്തിലല്ല, നിന്റെ കാര്യത്തിൽ ആദ്യം തീരുമാനം എടുക്കേണ്ടത്. കണിമംഗലത്തെ സംസ്കാരത്തിന് ഒട്ടും ചേരില്ലാന്ന് നീ എല്ലാം ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കെ. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. ഏട്ടത്തി ഇതുവരെ ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, ഞാനേ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. ഓ ശരിയാ, വെള്ളം കുടിക്കേണ്ട അവസ്ഥയാ ഇപ്പൊ ഏട്ടത്തിക്ക്, അല്ലേ വരുൺ? അതെ പ്രിയങ്ക, നമ്മുടെ ഈ സാധാരണ വലിയ വീട്ടിലെ കുട്ടികൾ പുറത്തു പോകുമ്പോഴേ ഒരു ഗൺമാനെ നിയോഗിക്കും അവരുടെ സുരക്ഷയ്ക്ക്. ഇവിടെ നമ്മുടെ സുരക്ഷ നോക്കുന്നത് ഏട്ടത്തിയാ. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഏട്ടത്തിക്ക് ശമ്പളവും വേണ്ട, യൂണിഫോമും വേണ്ട. അല്ല ഏട്ടത്തി, ഏട്ടത്തി ഏട്ടത്തി വെള്ളം കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഏട്ടത്തിക്ക് ഒരു തോന്നലുണ്ട്, ഏട്ടത്തി മിടുക്കിയാണെന്ന്. ആ തോന്നലുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏട്ടത്തിക്ക് മാത്രമേ മിടുക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നതാ കുഴപ്പം. പോട്ടെ ഏട്ടത്തി, വരുൺ ഞാനില്ലാതെ ഉറങ്ങില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷെ ഞാനത് കണ്ടുപിടിക്കും. ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങള് എല്ലാവരെയും ഞാൻ അറിയിക്കും. നമ്മൾ ഒന്നിച്ച് പ്രിയങ്ക കണ്ടാലും കാണട്ടെ എന്നങ്ങ് വിചാരിക്കണം. പ്രിയങ്കയല്ല, ഈ ലോകത്ത് ആര് കണ്ടാലും എനിക്കത് പ്രശ്നമല്ല. ഇതെന്റെ അവകാശമാണ്. താലി കിട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ അവകാശമാണ്. ഞാൻ കുറച്ച് ദൂരെയാണ്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.